നമ്മുടെ വൺ പീസിലെ എയ്സും സാബയും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആരായിരിക്കും ജയിക്കാനായിട്ട് പോകുന്നത്? ഈ ഒരു വീട്ടിലുള്ള കാരണം മാൻ വി ത്രിപിൾ9 എന്ന് പറയുന്ന ബ്രോയും നിഷ് 76 എന്ന് പറയുന്ന ബ്രോയും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രോ സാബ വേഴ്സസ് എയ്സ് വീഡിയോ ചെയ്യാമോ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സാബോയും എയ്സും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആരായിരിക്കും ജയിക്കുക എന്നാണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണെന്ന് സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എയ്സിന്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെറ നോമി അഥവാ ഫ്ലെയിം എന്ന ഡെവിൾ ഫ്രൂട്ടിന്റെ എബിലിറ്റീസും കോൺഗ്രസ് ആക്കി ആർമമെന്റ് ആക്കി പ്ലസ് ഒബ്സർവേഷൻ ആക്കിയും ഈ ഒരു ക്യാരക്ടറിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു 3 ടൈപ്പ് ഓഫ് ആക്കി നമ്മുടെ എയ്സ് മാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മുടെ സാബോയുടെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർഷൽ ആർട്സ്, അഡ്വാൻസ് ആർമമെന്റ് ആക്കി പ്ലസ് ഒബ്സർവേഷൻ ആക്കി ഈ ഒരു ക്യാരക്ടറിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പോരാതെ ഡ്രാഗൺ ഗ്ലോ ഫിസ്റ്റ്, ഡ്രാഗൺ സ്പ്രീത്ത്, ഡ്രാഗൺ ഗ്ലോ എന്ന് പറയുന്ന ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് അവൻ നിൽക്കുന്ന സർഫസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തന്നെ ക്ലോസ് കോമ്പാക്റ്റിൽ വരുന്ന എനിമീസിന്റെ സ്കൾഡ് വരെ അവന് പൊടിച്ചു കളയാൻ സാധിക്കുന്ന ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഡ്രാഗൺ ഗ്ലോ ഫിസ്റ്റിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത്. ഇനി നമുക്കറിയാം സാബ നമ്മുടെ ചെറുപ്പം തൊട്ടേ ഡ്രാഗന്റെ കീഴിലായിരുന്നു ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ സാബ മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറന്റ് ഇപ്പോഴുള്ള സാബയായിട്ട് നമ്മുടെ എയ്സ് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും സാബയായിരിക്കും ഈ ഒരു ഫൈറ്റിൽ വിൻ ചെയ്യുക. കാരണം ബെറ്റർ ആയിട്ടുള്ള ഹാക്കി യൂസും ബെറ്റർ ആയിട്ടുള്ള ബാറ്റിൽ ഐക്കൊക്കെ കൊണ്ട് സാബ ഈ ഒരു ഫൈറ്റിൽ വിൻ ചെയ്യും.